അച്ഛൻ പറഞ്ഞു, സ്നേഹം എനിക്ക് രണ്ടാമതേ തരൂ, ബാക്കി ഒന്നാം സ്ഥാനം റോണി സാറിന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ഒരിത്തിരി വിഷമൊക്കെ തോന്നി കേട്ടോ. പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. വേണേൽ വെറുതെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം പിഷാരയുടെ ഒന്ന് അടുത്ത് എന്നിട്ട് ചുമ്മാ പറഞ്ഞാന്ന് റോണി സാറിനോട് പറയാമായിരുന്നു. പക്ഷേ അച്ഛൻ അങ്ങനെയൊന്നുമല്ല, വളരെ സത്യസന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ് പറഞ്ഞത്. അപ്പോൾ റോണി സാറിന് പിന്നെ വളരെ ചെറുപ്പമാണ്, എൻ്റെ അധ്യാപകനാണെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതിലെൻ്റെ കടുത്ത പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് വയസ്സായി എന്നാണോ അതിൻ്റെ അർത്ഥം, സാറിന് ചെറുപ്പമായി എന്നാണോ ഇതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നിയമസഭയിൽ ആൽഫബറ്റിക് ഓർഡറിലാണ് സീറ്റ് ഇട്ടിരിക്കുന്നത്. രമേഷും റോണിയും ഒറ്റ ബെഞ്ചിലായിരിക്കുന്നത്. പുള്ളിയൊക്കെ നിങ്ങളെ ഒരുപാട് അറ്റൻഡൻസ് വിളിച്ചിരുത്തിയതാണല്ലോ, അനുഭവിക്കട്ടെ. അങ്ങനെ വന്നിരുന്ന് ആദ്യത്തെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭയാണ്. ഞാനിങ്ങനെ വലത്തോട്ട് നോക്കും, കാഞ്ഞിരപ്പള്ളിയുടെ MLA വന്നിരിപ്പുണ്ട്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഞാൻ കുറേ 2-3 ദിവസമായിട്ട് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാഞ്ഞിരപ്പള്ളി MLA എടോ, തന്നെ പഠിപ്പിച്ചതാടോ ഞാൻ. അപ്പം ഞാൻ നോക്കുമ്പം കുറേ നാളുകൾ മുമ്പ് ഞങ്ങളുടെ കോളേജിൽ ഒരു സാറ് പോയപ്പം ആ ഒഴിവിൽ കുറച്ച് നാളത്തേക്ക് ഒരു 5-6 മാസത്തേക്ക് ഗസ്റ്റ് ലെക്ചറായി ഈ റോണി സാറ് വന്നതും പുള്ളി ഇൻസർട്ട് ചെയ്തതെന്ന് പഠിപ്പിച്ചതൊക്കെ എനിക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ കാരണം ഞാൻ അത്രയും ക്ലാസ്സിൽ കയറൂലായിരുന്നു. പുള്ളിനെ കാണണമെങ്കിൽ പുള്ളി തിയേറ്ററിൽ വരണമായിരുന്നു. അതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ കണ്ട ഒരു മുഖപരിചയം എനിക്ക് ഓർമ്മ വന്നു. രണ്ടായാലും കാലം കളിക്കുന്ന ഒരു മിമിക്രിയുടെ ഫലമായി സാറും വിദ്യാർത്ഥിയും ഒന്നിച്ച് നിയമസഭയിൽ ഒരേ ബെഞ്ചിൽ ഇപ്പം ഇരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാറേ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പൊളിറ്റിക്സാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചത്. വളരെ സരസമായി സംസാരിക്കുകയും വലിയ വീക്ഷണങ്ങൾ ഉണ്ടായിരിക്കുകയും ദീർഘവീക്ഷണമായി തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് റോണി സാറ്. എപ്പോഴും കൗമാരത്തോടും യൗവനത്തോടും ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കെല്ലാം അതെപ്പോഴും തുടരാനായിട്ട് പറ്റും. എപ്പോഴും ഏറ്റവും പുതിയ ആളുകളാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട്, ഏറ്റവും പുതിയ ഫോണാണ് ഏറ്റവും അപ്ഡേറ്റഡ്, ഏറ്റവും പുതിയ TV-യും ഏറ്റവും പുതിയ കാറുമെല്ലാം ഏറ്റവും പുതിയത് ഏതാണോ അതാണ് ഏറ്റവും അപ്ഡേറ്റഡ്. അപ്പോൾ ഞങ്ങളെക്കാൾ പുതുതായി ഈ ലോകത്ത് വന്ന് നിൽക്കുന്ന നിങ്ങൾ തന്നെയാണ് തീർച്ചയായും വേദിയിലിരിക്കുന്ന ഞങ്ങളെക്കാൾ എല്ലാവരും അപ്ഡേറ്റഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വല്ലപ്പോഴും പഴയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളിൽ വരുന്ന ചില ബഗ്ഗുകൾ മാറ്റാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പഠനം, പഠിപ്പിക്കൽ, ക്ലാസ് എടുക്കൽ എന്നൊക്കെ എപ്പോഴും അത് കൊടുക്കൽ വാങ്ങലിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാൾക്ക് നിങ്ങളെ ഫിസിക്കലി തള്ളി മറിച്ചിടാൻ സാധിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ മാനസികമായി നിങ്ങളെക്കാൾ ശക്തിയുള്ള ഒരാൾക്ക് നിങ്ങളെ മാനസികമായി കീഴ്പ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ തൊടാതെ നിങ്ങളെ കരയിപ്പിക്കാൻ പറ്റും, ചിരിപ്പിക്കാൻ പറ്റും, നിങ്ങളെ മറ്റൊരാളുടെ ശത്രുവാക്കി മാറ്റാൻ പറ്റും. നിങ്ങളെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് സാധിക്കും. ആ ബോധ്യത്തോടു കൂടി തന്നെ മനസ്സിന് ചുറ്റും വേലികൾ കെട്ടുക. തിരഞ്ഞെടുപ്പുകളിൽ, സൗഹൃദങ്ങളിലെല്ലാം എപ്പോഴും ആ ഒരു ജാഗ്രത പാലിക്കുക. നല്ലത് നിങ്ങൾക്ക് സംഭവിക്കട്ടെ. എന്ത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങളെല്ലാം ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, നിങ്ങളുടെ ആ നല്ല ഉദ്ദേശങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൻ്റെയും വിങ്സ് ഓഫ് SDC എന്ന പേരിൽ നടത്തുന്ന ഈ ഏറ്റവും നല്ല പ്രതിഭകളെ കണ്ടെത്തുന്നതിനുള്ള പരിപാടിയുടെയും ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ വാക്കുകളാൽ അറിയിക്കുന്നു. ഹൃദയപൂർവ്വം നന്ദി. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.